ഹലോ എവ്രിവൺ, നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവരാണോ? എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് വൈറ്റമിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വൈറ്റമിൻ B9 അഥവാ ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനും അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന വുമൻസിനും മാത്രമുള്ള ഒരു സപ്ലിമെന്റ് അല്ല. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ എവ്രി ഗേൾ ഹു ആർ അറ്റ് ദെയർ റീപ്രൊഡക്റ്റീവ് ഏജ് ജസ്റ്റ് ഫോർ സപ്പോർട്ടിംഗ് ദെയർ ഹോർമോണൽ ബാലൻസിങ്. ഇനി എപ്പോൾ നിങ്ങൾ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം? നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മിനിമം ഒരു മാസം മുന്നെയെങ്കിലും ഫോളിക് ആസിഡ് കൺസ്യൂം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓൾറെഡി പ്രഗ്നന്റ് ആണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 3 മാസം ഫോളിക് ആസിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ലേറ്റർ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഡോക്ടേഴ്സ് ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ബേബിയുടെ ഹെൽത്തി ബ്രെയിൻ ആൻഡ് സ്പൈൻ ഡെവലപ്മെന്റിന് വളരെ അഭിവാജ്യമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ഫോളിക് ആസിഡ്. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? പ്രോപ്പർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഫോർമേഷനും നെർവ് ആൻഡ് ബ്രെയിൻ ഫങ്ഷനിങ്ങിനും പ്രോപ്പർ സെൽ ഗ്രോത്ത് ആൻഡ് റിപ്പയറിനും ഫോളിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാനായിട്ടുള്ള ഒരു ഏജിൽ നിങ്ങൾ എത്തിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് അനീമിയ ഉണ്ട്, ഹെയർ ഫോൾ ഉണ്ട്, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫറ്റീഗ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ഷീണം, PCOD, PCOS, ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ, ഇവയൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഫോളിക് ആസിഡ് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഫോളിക് ആസിഡിന്റെ സ്റ്റാൻഡേർഡ് ഡോസിംഗ് എന്ന് പറയുന്നത് 400 മൈക്രോഗ്രാംസ് ആണ്. ചില പ്രഗ്നൻസികളിലൊക്കെ 400 to 600 മൈക്രോഗ്രാംസ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. സോ ഓൾവേസ് ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ദ റൈറ്റ് റെക്കമെൻഡേഷൻ ഫ്രം എ ഡോക്ടർ ബിഫോർ കൺസ്യൂമിങ് എനി സപ്ലിമെന്റ്സ്.